നമസ്കാരം. നമ്മുടെ സീരീസ് ഓഫ് ഇംഗ്ലീഷ് ക്ലാസ്സുകളുടെ നാലാമത്തെ പാർട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ സെന്റൻസുകളുമായി ബന്ധപ്പെട്ട കുറേ കോൺസെപ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാ SSC അല്ലെങ്കിൽ എല്ലാ എക്സാംസിനും, SSC എന്ന് മാത്രമല്ല എല്ലാ എക്സാംസിനും യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള കുറേ കോൺസെപ്റ്റുകൾ നമ്മൾ അത് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അവസാനത്തെ പാർട്ടായിട്ടുള്ള നാലാമത്തെ പാർട്ടിലേക്ക്, നമ്മുടെ സീരീസ് ഓഫ് പാർട്ടിൻ്റെ നാലാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 കാണാത്തവരുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കാണുക. കാരണം അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് ഒരുപാട് ബേസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ, പാർട്ട് 4 സെഷനിൽ നമ്മൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ കൂടെ പറയാൻ പോവുകയാണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. One of the question he asked me was who did you travel with? ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയി വന്നിരിക്കുന്നത്. one of the questions he asked me was who did you travel with? ഇപ്പോൾ ഈ ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും തെറ്റ് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു വീണ്ടും വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സെന്റൻസിൽ എവിടെയെങ്കിലും തെറ്റുണ്ടോ എന്ന്. one of the question, ഈ ഭാഗത്ത് തെറ്റൊന്നുമില്ല. one of the questions, that means that superlative degree. he asked me, തെറ്റൊന്നുമില്ല. then who did you travel with? കറക്റ്റ് ആണ്, കറക്റ്റ് ആയ സെന്റൻസ് തന്നെയാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 4. ഈ സെന്റൻസിൽ എവിടെയും തെറ്റൊന്നുമില്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കറക്റ്റ് ആയിട്ട് സെന്റൻസും ഗ്രാമർ ആയിട്ടുള്ള കോൺസെപ്റ്റുകളൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ള ഒരു സെന്റൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. I know a doctor you are referring to. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കോൺസെപ്റ്റ് ആയിരുന്നു നോ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം ഇംഗ്ലീഷിൽ ഒരുപാട് വേർബ് ഓഫ് കോഗ്നീഷൻ, വേർബ് ഓഫ് ഇമോഷൻ എന്നൊക്കെ പറയുന്ന വേർബ് ഓഫ് ബിലീഫ്, ഒരുപാട് കോൺസെപ്റ്റുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ നമുക്കറിയാം നോ എന്ന് പറഞ്ഞാൽ KNOW, നോ, ഫീൽ, ലൈക്ക്, ഹാവ്, തിങ്ക്, ഇങ്ങനെയുള്ള വേർഡുകളൊക്കെ നമ്മൾ എപ്പോഴും ING ഫോമുകളിലല്ലാതെ ഉപയോഗിക്കുന്നവയാണ്. ING ഫോമുകൾ നമ്മൾ പൊതുവെ ഇങ്ങനെയുള്ള വാക്കുകൾക്കൊപ്പം ചേർക്കാറില്ല എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ അതിനൊരു എക്സാമ്പിൾ കൂടെയാണ് ഐ നോ. നമ്മൾ എപ്പോഴും ഇംഗ്ലീഷിൽ ഐ നോ എന്നാണ് പറയുക. ഐ നോ, ഐ തിങ്ക്, ഐ ഫീൽ എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. ഈ ഭാഗത്ത് അപ്പോൾ തെറ്റൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലായി. ദെൻ എ ഡോക്ടർ ആണ്. ഇവിടെ എ ഡോക്ടർ എന്ന് പറയുമ്പോൾ എനി ഡോക്ടർ എന്നാണ് അർത്ഥം, അല്ലെ? എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ എനി ഡോക്ടർ. നമുക്കറിയാം എ ആൻഡ് ദ, ഈ മൂന്നെണ്ണമാണ് ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾസ് എന്നറിയപ്പെടുന്നത്. ഇംഗ്ലീഷിലെ ആർട്ടിക്കിളാണ് എ ആൻഡ് ദ. ഇത് മൂന്നുമാണ് ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്, അല്ലെ? ഇവിടെ നമ്മൾ എ എന്ന് ഉപയോഗിച്ചാലും ആൻ എന്ന് ഉപയോഗിച്ചാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവയെ നമ്മൾ രണ്ട് മീനിങ്ങിൽ ഉപയോഗിക്കും. ഒന്ന് എനി എന്ന മീനിങ്ങിലും മറ്റൊന്ന് എവരി എന്ന മീനിങ്ങിലും. ഓക്കെ, എനി എന്ന മീനിങ്ങിലും എവരി എന്ന മീനിങ്ങിലും നമ്മൾ എയും ആനും ഉപയോഗിക്കും. അങ്ങനെയെങ്കിൽ ഈ സെന്റൻസിൽ തെറ്റ് വന്നിരിക്കുന്നത് ഇവിടെയല്ലേ? ഹിയർ യു ആർ റെഫറിങ് ടു എന്ന് പറയുമ്പോൾ ഈ സെന്റൻസ് ശരിയാണ്, ഈ ഭാഗത്തുള്ള ഭാഗങ്ങളൊക്കെ ശരിയാണ്. എന്നാൽ ഈ ഒരു പോയിന്റിൽ മാത്രം നമുക്കൊരു ചെറിയ തെറ്റ് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു എ എന്ന ആർട്ടിക്കിളും ആൻ എന്ന ആർട്ടിക്കിളും രണ്ട് മീനിങ്ങിലാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എനി എന്ന മീനിങ്ങിലാണ്. മറ്റൊന്ന് എവരി എന്ന മീനിങ്ങിലാണ്. എനി അഥവാ എവരി, ഈ രണ്ട് മീനിങ്ങിലാണ് എയും ആനും ഉപയോഗിക്കുന്നത്. ഇവിടെ എ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഇതിന്റെ മീനിങ് എന്താണ്? ഒന്നെങ്കിൽ ഇതിന്റെ മീനിങ് എന്താണ്? എനി ഡോക്ടർ എന്നാണ്, അല്ലെ? എനി ഡോക്ടർ എന്നാണ് ഒന്നെങ്കിൽ ഇതിന്റെ മീനിങ്. അല്ലെങ്കിലോ എവരി ഡോക്ടർ എന്നാണ് ഇതിന്റെ അല്ലെങ്കിലുള്ള മീനിങ്. അപ്പോൾ ഇത് തെറ്റല്ലേ? ഐ നോ എ ഡോക്ടർ മീൻസ് എനി ഡോക്ടർ, തെറ്റാണ്. ഐ നോ ദ ഡോക്ടർ,
യു ആർ റെഫറിങ് ടു. ഹിയർ ദ എന്ന് ഉപയോഗിക്കുന്നത് ആണ് ഇവിടെ ഏറ്റവും ദ ബെസ്റ്റ് ഓപ്ഷൻ ഇസ് ദ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ദ ആണ്. ദ ഡോക്ടർ എന്നാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, എന്തുകൊണ്ട് നമുക്ക് പറയാം എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗത്ത് ദ യൂസ് ചെയ്തത്. നമുക്ക് നോക്കാം. ദ എന്ന് പറയുന്ന ആർട്ടിക്കിളിന്റെ പ്രത്യേകത നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ദ എന്ന് പറയുന്നത് യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും നൗണിന് മുൻപിൽ നമ്മൾ ദ ഉപയോഗിക്കും. ദെൻ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന ഐഡന്റിഫയബിൾ നൗണിന് മുൻപിൽ നമ്മൾ ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യും. ഓക്കെ ദെൻ ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇനി ഇവിടെ എന്തുകൊണ്ട് ഈ ദ ഡോക്ടർ എന്ന് ഉപയോഗിച്ചു? നമുക്കറിയാം ഇവിടെ ഡോക്ടറുടെ പേരോ അല്ലെങ്കിൽ ഏത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ആണെന്നോ ഒന്നും തന്നെ ഈ സെന്റൻസിൽ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. എങ്കിലും നമ്മൾ ദ ഉപയോഗിക്കുന്നു, തെറ്റില്ല. എന്തുകൊണ്ടാണ്? ഈ സെന്റൻസിന്റെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ എ ഡോക്ടർ എന്ന ഈ സെന്റൻസിനെ കുറിച്ച് ആണ് മറ്റുള്ള സെന്റൻസിന്റെ ഭാഗങ്ങൾ കടന്നു പോകുന്നത്. ഓക്കെ, ഒരു സെന്റൻസിൽ നിന്ന് ഇപ്പോ ദ ഡോക്ടർ എന്ന് പറയുമ്പോൾ ദ ഡോക്ടർ മീൻസ് എ പെർട്ടിക്കുലർ ഡോക്ടർ. ഓക്കെ, നീ റെഫർ ചെയ്തിട്ടുള്ള ഡോക്ടറെ എനിക്ക് അറിയാമെന്നാണല്ലോ പറയുന്നത്. അപ്പൊ ആ ഡോക്ടർ ഒരു യുണീക്ക് ആയ ഡോക്ടറാണ്, ഒരു പ്രത്യേക ഡോക്ടറാണ്. അപ്പോ ഈ സെന്റൻസിന്റെ ബാക്കിയുള്ള ഭാഗം, അതായത് എ ഡോക്ടർ എന്ന് പറഞ്ഞ ദ ഡോക്ടർ എന്ന് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ സെന്റൻസിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം പറയുന്നത് ഈ ഡോക്ടറെ കുറിച്ചാണ്, അല്ലെ? അങ്ങനെയെങ്കിൽ നമുക്ക് ഈ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ദ ഉപയോഗിക്കാം. ഓക്കെ, സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് എ ഡോക്ടർ അല്ല ദ ഡോക്ടർ. അപ്പൊ തെറ്റ് വന്നിരിക്കുന്നത് എവിടെയാണ്? 2ലാണ് തെറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ കേസ് എങ്ങനെ വന്നു എന്ന് നിങ്ങൾക്ക് സംശയം വരാൻ ചാൻസ് ഉള്ളതിനാൽ ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത് പ്രധാനമായും ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു, ഒന്ന് യുണീക്ക് ആയിരിക്കണം, ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള പേരായിരിക്കണം. 2 ഐഡന്റിഫയബിൾ ആയിരിക്കണം, അല്ലെ? തിരിച്ചറിയാൻ പറ്റുന്നതായിരിക്കണം, ഐഡന്റിഫയബിൾ ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഈ 2 കേസിൽ നമുക്ക് ദ ഉപയോഗിക്കാൻ നൗണിന് മുൻപിൽ എന്ന് നമ്മൾ പഠിച്ചതാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഡോക്ടർ ഐഡന്റിഫയബിൾ അല്ലല്ലോ. പക്ഷേ എന്താണ് ഇതിന്റെ പ്രത്യേകത? ഈ സെന്റൻസിന്റെ ബാക്കി ഭാഗങ്ങളായിട്ടുള്ള ഈ സെന്റൻസിനെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം, ഈ സെന്റൻസിനെ നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ദ ഡോക്ടർ എന്ന് പറയുന്നത് സെന്റൻസിന്റെ ഒരു ഭാഗം മാത്രമാണ്, പാർട്ട് ഓഫ് ദ സെന്റൻസ്. ഈ സെന്റൻസിന്റെ ഒരു ഭാഗമാണ് ദ ഡോക്ടർ. എന്നാൽ ഈ സെന്റൻസിന്റെ അടുത്ത ഭാഗമായിട്ടുള്ള യു ആർ റെഫറിങ് ടു എന്ന് പറയുമ്പോൾ ഇത് സെന്റൻസിന്റെ പാർട്ട് 2 ആണ്, അല്ലെ? സെന്റൻസിന്റെ പാർട്ട് 2 ആണ്. അപ്പൊ ഈ സെന്റൻസിന്റെ പാർട്ട് 2 പറയുന്നത് ആരെ കുറിച്ചാണ്? പാർട്ട് 1ലുള്ള ഒരാളെ കുറിച്ചാണ്. ഓക്കെ, ഈ സെന്റൻസിന്റെ പാർട്ട് 2 പറയുന്നത് പാർട്ട് 1ലുള്ള ഒരാളെ കുറിച്ചായതിനാൽ സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദ ഡോക്ടർ എന്നിവിടെ പറയാൻ പറ്റും. അപ്പോ ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയ ഒരു കോൺസെപ്റ്റ് ആണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നമുക്കറിയാം എയും ആനും യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ എ ആൻ. എ ഉപയോഗിക്കുന്നത് കോൺസണന്റ് ആയിട്ടുള്ള നൗണുകൾക്ക് മുമ്പിലാണ്. ഫോർ എക്സാമ്പിൾ എ മാംഗോ. ഓക്കെ, എ കാറ്റ്. ഇനി ആൻ ഉപയോഗിക്കുന്നത് വവ്വലാണ്, അല്ലെ? വവ്വൽ ശബ്ദത്തിൽ തുടങ്ങുന്ന നൗണുകൾക്ക് മുമ്പിലാണ് നമ്മൾ ആൻ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആൻ ഓറഞ്ച്, ആൻ ആപ്പിൾ. ഓക്കെ, ഇതൊക്കെ ഒരു എക്സാമ്പിൾ ആണ്. എന്നാൽ ദ ഉപയോഗിക്കുന്നത് വളരെ എക്സെപ്ഷണൽ ആയിട്ടാണ്. ദ ഉപയോഗിക്കുന്നത് നമ്മൾ യുണീക്കായി തിരിച്ചറിയാവുന്ന നൗണുകൾക്ക് മുമ്പിലാണ്, വ്യത്യസ്തമായ നൗണുകൾക്ക് മുമ്പിലാണ്. അതുപോലെ തന്നെ ഇപ്പൊ മൂന്നാമത്തെ കേസ് നമ്മളിപ്പോ പഠിച്ചിട്ടുള്ള ഇപ്പൊ നമ്മൾ കവർ ചെയ്തിട്ടുള്ള ഈ ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് ഒരു സെന്റൻസിൽ ഒരു നൗണിനെ കുറിച്ച് പറഞ്ഞു പോകുന്ന സെന്റൻസ് ആണെങ്കിൽ, ഒരു സെന്റൻസിൽ ഒരു നൗണിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ ആ നൗണ് പെർട്ടിക്കുലർ നൗണിന്, ഇപ്പൊ ഡോക്ടർ എന്ന് പറഞ്ഞൊരു നൗൺ ആണല്ലോ, ആ നൗണിന്റെ മുൻപിൽ നമ്മൾ എന്ത് ചെയ്യും? ദ എന്ന് പ്ലേസ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കൂടെ എഴുതി കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. ദ ഡോക്ടർ എന്നാണല്ലോ നമ്മൾ എഴുതിയത്. ഫോർ എക്സാമ്പിൾ മറ്റൊരു എക്സാമ്പിൾ ആണ് ദ മദർ ഹൂ
is the all in all, who is the all in all in a family, who is the all in all in a family, അതായത് the mother. ഇവിടുത്തെ അമ്മയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ദ മദർ, ഇവിടെ മദർ എന്ന് പറയുന്ന ഏത് മദർ ആണെന്ന് പറയുന്നില്ല എങ്കിൽ പോലും ദ മദർ. പിന്നെ നോക്കൂ, ഈ സെന്റൻസിന്റെ ബാക്കി ഭാഗം, ഈ സെന്റൻസിന്റെ ബാക്കി ഭാഗങ്ങളെല്ലാം പറയുന്നത് മദറിനെ കുറിച്ചാണ്. ഹു ഈസ് ദ ഓൾ ഇൻ ഓൾ ഇൻ എ ഫാമിലി, ഓൾ ഇൻ ഓൾ ഇൻ എ ഫാമിലി എന്ന് പറയുമ്പോൾ ഈ സെന്റൻസ് കറക്റ്റ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അമ്മയെ കുറിച്ച് പറയുന്നു, ഒരു കുടുംബത്തിലെ എല്ലാമാണ് അമ്മ എന്ന് പറയുന്നത്. സോ ദ മദർ. സോ ഹിയർ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഐ നോ ദ ഡോക്ടർ, ആ ഡോക്ടർ, ദാറ്റ് മീൻസ് എ സ്പെഷ്യൽ പെർട്ടിക്കുലർ ഡോക്ടർ. ഓക്കെ, പെർട്ടിക്കുലർ, ഒരു പ്രത്യേക ഡോക്ടർ. സോ ആ ഡോക്ടറെ കുറിച്ചാണ് സെന്റൻസിന്റെ ബാക്കി ഭാഗങ്ങളിൽ നമ്മൾ പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഐ നോ ദ ഡോക്ടർ എന്നാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഇവിടെ തെറ്റ് വന്നിരിക്കുന്നതെന്ന്, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ജോബ് ഓറിയന്റഡ് കോഴ്സസ് ഇൻ ദ സെൽഫ് ഫിനാൻസിങ് കോളേജസ് അട്രാക്ട് മെനി സ്റ്റുഡൻസ്. അട്രാക്ട് മെനി സ്റ്റുഡൻസ്. അപ്പൊ നമുക്ക് അടുത്ത ഒരു കോൺസെപ്റ്റ് ആണ്. നോക്കി, ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ജോബ് ഓറിയന്റഡ് കോഴ്സസ് ഇൻ ദ സെൽഫ് ഫിനാൻസിങ് കോളേജസ് അട്രാക്ട് എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. മെനി സ്റ്റുഡൻസ്. ഇവിടെ നമുക്കൊരു പ്രശ്നം വന്നിട്ടുണ്ട്. ഇവിടെ തെറ്റ് വന്നിരിക്കുന്നത് ഏതാണ്? സിമ്പിളായി മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ തെറ്റ് വന്നിരിക്കുന്നത് ഇവിടെയാണ്, അല്ലെ? That means the introduction of job oriented courses in the self financing colleges. ഇവിടെ സെൽഫ് ഫിനാൻസിങ് കോളേജസ് എന്ന് വന്നതിനാൽ ഇവിടെ സ്വാഭാവികമായിട്ടും അട്രാക്ട് എന്ന് ഉപയോഗിക്കുമ്പോൾ തെറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കും. ബട്ട് the sentence is about job oriented courses. It's നമുക്കറിയാം ഒരു കളക്റ്റീവ് ആയിട്ടാണ് നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത്. കളക്റ്റീവ്, ദിസ് ഇസ് എ കളക്റ്റീവ് ടേം. കളക്റ്റീവ് എന്ന കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ഒരു സെന്റൻസിനെ കാണേണ്ടത്. ഓക്കെ, സോ ജോബ് ഓറിയന്റഡ് കോഴ്സസ് എന്ന് പറയുന്നത് ഒരു സിംഗുലർ മീനിങ് തരുന്ന ഭാഗമാണ്, സിംഗുലർ ആണ്. That means this is uncountable, at the same time it is singular. So here we have to use attracts in this sentence. ഇവിടെ നമ്മൾ അട്രാക്ട് എന്നല്ല അട്രാക്ട്സ് എന്ന് ഉപയോഗിക്കണം. ഓക്കെ, അട്രാക്ട്സ് എന്ന് ഉപയോഗിക്കുമ്പോഴേ ഇത് കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ആയി മാറ്റം ചെയ്യപ്പെടുകയുള്ളൂ. സോ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ജോബ് ഓറിയന്റഡ് കോഴ്സസ് ഇൻ ദ സെൽഫ് ഫൈനാൻസിങ് കോളേജസ് attracts many students. So here the main verb is job oriented courses, and this job oriented courses is treated as a singular unit. So singular noun always connects singular verb. So ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് തെറ്റ് വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ ദ കറക്റ്റ് എറർ സ്പോട്ട് ചെയ്യേണ്ട ഭാഗം എന്ന് പറയുന്നത് 3ലാണ് എറർ സ്പോട്ട് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. It is better to keep one's head in the face of danger than losing one's courage. It is better to keep one's head in the face of danger than losing one's courage. ഇവിടെ എവിടെയാണ് തെറ്റ് വന്നിരിക്കുന്നത്? It is better to keep one's head in the face of danger than അവിടെ വരെ നമുക്ക് തെറ്റൊന്നും കാണാൻ സാധിക്കില്ല. ഈ സെന്റൻസിന്റെ ഈ ഭാഗം മുതൽ it is better to keep one's head in the face of danger than all. ഈ ഭാഗം വരെയും സെന്റൻസ് വളരെ കറക്റ്റ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ എവിടെ തെറ്റ് വന്നിരിക്കുന്നത് എവിടെയാണ്? ഹിയർ ലോസ് one's courage. ഒന്നുകിൽ നമുക്ക് than loss എന്ന് ഉപയോഗിക്കാം, then to loss എന്നും പറയാം. Okay, than to loss. Okay, I think the best option is than to lose one's courage. Than to lose
one's courage. Okay. Okay. സോ ഈ ഒരു കേസ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഇവിടെ നോക്കിയേ, നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഇൻഫിനിറ്റീവ്. ഇൻഫിനിറ്റീവ് സെന്റൻസുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. We have two types of infinitive. First one is bare infinitive and second one is to infinitive. bare infinitive എന്നും ടു ഇൻഫിനിറ്റീവ് എന്നും രണ്ട് രീതിയിലുള്ള ഇൻഫിനിറ്റീവ് വെർബുകൾ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ സെന്റൻസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾറെഡി ഒരു ടു ഇൻഫിനിറ്റീവ് ഉണ്ട് അല്ലെ, ടു കീപ് വൺസ് ഹെഡ്. ഓക്കെ, ഇവിടെ നമ്മൾ രണ്ട് ഇൻഫിനിറ്റീവ് വെർബുകൾ വന്നു കഴിഞ്ഞാൽ, രണ്ട് ഇൻഫിനിറ്റീവ് വെർബുകൾ ഒരു സെന്റൻസിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കേസിലേക്ക് വരുമ്പോൾ ഒരു സെന്റൻസിൽ തന്നെ രണ്ട് ടു ഇൻഫിനിറ്റീവ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഈ സെന്റൻസിൽ വ്യക്തമായി പറയാൻ സാധിക്കും ഇത് ടു ഇൻഫിനിറ്റീവ്. ടു കീപ് ഈസ് എ ടു ഇൻഫിനിറ്റീവ്. ഇതിനെ നമ്മൾ ടു ഇൻഫിനിറ്റീവ് വെർബ് എന്നാണ് പറയുന്നത്. ദെൻ അഗെയിൻ ഇങ്ങനെ ഒരു ടു ഇൻഫിനിറ്റീവ് ഇവിടെ വന്നിട്ടുണ്ട്, ടു കീപ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻ ദ ഫേസ് ഓഫ് ഡേഞ്ചർ ദാൻ ടു, ഈ സെന്റൻസിന്റെ ഒരു ഭാഗം ഇവിടെ വരെയായി നമ്മൾ ഡിവൈഡ് ചെയ്താൽ ടു ലോസ്, ഇവിടെ ഒന്നെങ്കിൽ ടു ലോസ് എന്ന് വരണം, അല്ലെങ്കിൽ ടു അല്ലാത്ത ലോസ്, ഓൺലി ലോസ് എന്നെങ്കിലും വരണം. ഇതാണ് കറക്റ്റ്. അതായത് ഒരു സെന്റൻസിൽ ഒരു ഭാഗത്ത് ടു ഇൻഫിനിറ്റീവ് ഉണ്ടെങ്കിൽ മറുഭാഗത്തും അതേ സെന്റൻസിന്റെ മറ്റൊരു ഭാഗത്തും എന്തുണ്ടായിരിക്കണം, ടു എന്ന് വന്നിരിക്കണം. ഇതൊരു കണ്ടീഷനാണ്. ഇതൊരു നമ്മുടെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു കേസ് ആണ്. ഓക്കെ, അതായത് ഇതിന്റെ റൂൾ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ റൂൾ. ടു പ്ലസ് ഇൻഫിനിറ്റീവ്, ഒരു സെന്റൻസിൽ ടു ഇൻഫിനിറ്റീവ് വന്നാൽ അതിനുശേഷം വീണ്ടും അതിനുശേഷം ഒരു ദാൻ വന്നിട്ടുണ്ടെങ്കിൽ, ഇതാ ഇവിടെ ദാൻ വന്നിട്ടുണ്ട്, അതിനുശേഷം എന്ത് ചെയ്യുക, ടു ഇൻഫിനിറ്റീവ് വീണ്ടും ഉപയോഗിക്കുക. അല്ലെങ്കിൽ വേർബിന്റെ ഇൻഫിനിറ്റ് ഇല്ലാത്ത വിത്തൗട്ട് ഇൻഫിനിറ്റ് രൂപമോ ഉപയോഗിക്കുക. ഓക്കെ, ഇതാണ് കണ്ടീഷൻ. അതായത് ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് വൺസ് ഹെഡ് ഇൻ ദ ഫേസ് ഓഫ് ഡേഞ്ചർ ദാൻ ടു ലോസ് ഈസ് കറക്റ്റ്, ഓർ ദാൻ ലോസ് വൺസ് കറേജ്. ഇങ്ങനെ ഈ രണ്ട് രീതിയിൽ നമുക്ക് ഈ സെന്റൻസിനെ കാണാൻ സാധിക്കും. ഇനി ഈ രണ്ട് പാറ്റേണിൽ നമ്മൾ സെന്റൻസിനെ വിലയിരുത്തിയാലും ഈ സെന്റൻസിനെ നമ്മൾ ആൻസർ കണ്ടെത്തി കഴിഞ്ഞു. കറക്റ്റ് ആൻസർ സ്പോട്ട് ചെയ്യുന്നത് എവിടെയാണ്, 3യിലാണ് സ്പോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഭാഗത്താണ് സെന്റൻസിൽ തെറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. നിങ്ങൾ എല്ലാവരും ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The short story should not exceed more than 200 words. The short story should not exceed more than 200 words. 200 words. ഈ സെന്റൻസിൽ എന്താണ് തെറ്റ് വന്നിരിക്കുന്നത്? വളരെ രസകരമായിട്ടുള്ള ഒരു ചോദ്യമാണിത്. The short story should not exceed means കൂടാൻ പാടില്ല എന്നുള്ളത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഓൾറെഡി ഇവിടെ should not exceed is correct. ഓക്കെ, ഈ ഒരു ഭാഗം തന്നിട്ടുണ്ട്. സോ മോർ ദാൻ എന്ന് വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല. ഈസി ക്വസ്റ്റ്യൻ. The short story should not exceed 200 words. Okay, the short story should not, ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ, should not exceed 200 words. This is correct. ഓൾറെഡി exceed തന്നിട്ടുള്ളതിനാൽ വീണ്ടും എന്ത് ചെയ്യാൻ പാടില്ല, അതേ സെന്റൻസിൽ മോർ ദാൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അത് വളരെ ഇറലവന്റ് ആയിട്ടുള്ള ഒരു പ്രയോഗമാണ്. സോ ദിസ് ഇസ് ദ കറക്റ്റ് ആൻസർ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 5th ക്വസ്റ്റ്യൻ. ദ കറക്റ്റ് ആൻസർ ഈസ് 3. 3യിലാണ് ഉത്തരം ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. To die with honor is better than live with dishonor. To die with honor is better than live with dishonor.
dishonor. So here നമുക്ക് ഇവിടെയും നോക്കാം. To die with honor is better than lie with dishonor. നമുക്കറിയാം ഈ സെന്റൻസിൽ തെറ്റൊന്നുമില്ല എന്നറിയാം, മനസ്സിലായല്ലോ. ദാറ്റ് മീൻസ് 4 is the correct answer because എന്തുകൊണ്ട് ഇത് ശരിയാണ്? നമുക്കറിയാം ഇറ്റ്സ് എ കമ്പാരിസൺ ഓഫ് ടു ഡിഫറെന്റ് സ്റ്റേറ്റ് അല്ലെ, രണ്ട് അവസ്ഥകളെ കുറിച്ച് ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് വൺ is live with honor and second is live with dishonor. So here than is the conjunction here. ഒന്നിനേക്കാൾ നല്ലത് മറ്റൊന്നാണ് എന്ന് വ്യക്തമായി പറയുന്നു, വ്യക്തമായ ടെൻസ് യൂസ് ചെയ്തിരിക്കുന്നു. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 4. The correct answer is 4. 4 is the correct answer. Then അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. The next question. It is I who is to blame for this bad situation. It is I who is to blame for this bad situation. എവിടെയാണ് ഈ സെന്റൻസിൽ തെറ്റ് വന്നിരിക്കുന്നത്? എവിടെയാണ് ഈ സെന്റൻസിന്റെ തെറ്റ്? വാട്ട്സ് ദ മിസ്റ്റേക്ക് ഇൻ ദിസ് സെന്റൻസ്? നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് ഐ ഹു ഈസ് ടു ബ്ലെയിം ഫോർ ദിസ് ബാഡ് സിറ്റുവേഷൻ. ഓക്കെ, ഇവിടെ ഹിയർ വി ഹാവ് എ റിലേറ്റീവ് പ്രൊനൗൺ. ദിസ് ഇസ് എ റിലേറ്റീവ് പ്രൊനൗൺ ഹിയർ. ദെൻ വാട്ട് ഈസ് റിലേറ്റീവ് പ്രൊനൗൺ? വി ഓൾറെഡി സ്റ്റഡീഡ്. നമ്മൾ ഇംഗ്ലീഷിൽ റിലേറ്റീവ് പ്രൊനൗണുകളെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ ഒരുപാട് റിലേറ്റീവ് പ്രൊനൗണുകൾ ഉണ്ട്. ഹു ഈസ് എ റിലേറ്റീവ് പ്രൊനൗൺ, ദാറ്റ് ഈസ് എ റിലേറ്റീവ് പ്രൊനൗൺ, ദെൻ വിച്ച് ഈസ് എ റിലേറ്റീവ് പ്രൊനൗൺ, whom is a relative pronoun, whose is a relative pronoun, etc. So all these are relative pronouns. So who is a relative pronoun and it is I who. It is I who. So here ഈ റിലേറ്റീവ് പ്രൊനൗൺ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ഐയുമായിട്ടാണ്. സോ വി ഹാവ് ടു യൂസ് ഇറ്റ് ഈസ് I am who is blamed for this bad situation is correct. It is I am who is responsible or who is to blame for this bad situation. So here നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ it am I. So here that means we have to use am use ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് am, it is അല്ല. ഇവിടെ നമ്മൾ I വന്നതിനാൽ ഇവിടെ am ആണ് യൂസ് ചെയ്യേണ്ടത്. am ആണ് യൂസ് ചെയ്യേണ്ടത്. Okay, so here am is used here. So we know that നമുക്കറിയാം ഇംഗ്ലീഷിൽ പ്രധാനപ്പെട്ട ഓക്സിലറീസ് ആയിട്ടുള്ള am, is, are. Then അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് മറ്റൊരു പ്രധാനപ്പെട്ടതാണ് has, have എന്നിവ. ഇതിൽ am is used with I. ഐക്കൊപ്പമാണ് നമ്മൾ എപ്പോഴും am ഉപയോഗിക്കുക. is ഉപയോഗിക്കുന്നത് he, she, it. ആർ ഉപയോഗിക്കുന്നത് ദേയുടെ കൂടെയും ദേ, വി എന്നിവയൊക്കെ കൂടെ നമ്മൾ ദേ ഉപയോഗിക്കുന്നു. സോറി, ആർ ഉപയോഗിക്കുന്നു. വി ആർ. ഹാസ് ഉപയോഗിക്കുന്നത് ഹി, ഷീ, ഇറ്റ്. ഹാവ് ഉപയോഗിക്കുന്നത് ദേ, വി, ഐ. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ആം. ഇവിടെ ആം എന്ന് ഉപയോഗിക്കണം. ഓക്കെ, the next question. Gauri told me his name after he left. Gauri told me his name after he left. So here നമുക്കറിയാം രണ്ട് കാര്യങ്ങളെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന സെന്റൻസുകളുടെ പ്രത്യേകത. ഈ സെന്റൻസിൽ നമുക്ക് പുതിയൊരു കോൺസെപ്റ്റ് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഹിയർ ടോൾഡ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. ടോൾഡ് ഈസ് എ സിമ്പിൾ പാസ്റ്റ് ആൻഡ് ഹി ലെഫ്റ്റ് ഇറ്റ്സ് ഓൾസോ പാസ്റ്റ് ടെൻസ്. അപ്പൊ നോക്കി, രണ്ട് സിമ്പിൾ പാസ്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഒന്നെങ്കിൽ ഇവിടെ നോക്കി ഗൗരി ടോൾഡ് മീ ഹിസ് നെയിം ആഫ്റ്റർ ഹി ലെഫ്റ്റ് ആണ്. ഇവിടെ രണ്ട് പ്രവർത്തികൾ നടന്നിട്ടുണ്ട്, ടു പാസ്റ്റ് ആക്ഷൻസ്.
ഈ സെന്റൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് പാസ്റ്റ് ആക്ഷനുകൾ നടന്നിട്ടുണ്ട്. ടു പാസ്റ്റ് ആക്ഷൻസ്, രണ്ട് പാസ്റ്റ് ആക്ഷൻസ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് പാസ്റ്റ് ആക്ഷനുകൾ ഒരു സെന്റൻസിൽ രണ്ട് ഭാഗങ്ങളിലായിട്ട്, ഒരു സെന്റൻസിൽ രണ്ട് ഭാഗങ്ങളിൽ രണ്ട് പാസ്റ്റ് ആക്ഷനുകൾ വന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ആദ്യത്തെ ആക്ഷൻ, ഫസ്റ്റ് ആക്ഷൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലാണ് എഴുതേണ്ടത്. ഓക്കെ, അഥവാ ഹാഡ് വെച്ചിട്ട് സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോമിലാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ആക്ഷൻ. ദെൻ സെക്കൻഡ് ആക്ഷൻ എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റിൽ എഴുതണം. സെക്കൻഡ് ആക്ഷൻ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ള രണ്ടാമത്തെ പ്രവൃത്തിയെ നമ്മൾ സിമ്പിൾ പാസ്റ്റിലാണ് കൊടുക്കേണ്ടത്. സിമ്പിൾ പാസ്റ്റിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ സെന്റൻസിൽ നമുക്ക് എങ്ങനെ വായിക്കാം? ഗൗരി ടോൾഡ് മീ ഹിസ് നെയിം ആഫ്റ്റർ ഹി ഹാഡ് ലെഫ്റ്റ്. After he had left. So here ഇവിടെ നമ്മൾ ലെഫ്റ്റ് എന്നല്ല ഹാഡ് ലെഫ്റ്റ്. അപ്പൊ ഇവിടെ ആദ്യം ലെഫ്റ്റ് ആയി, ആദ്യം പോയി എന്നുള്ളതാണ് ആദ്യം നടന്നത്, പിന്നെയാണ് പറഞ്ഞത്. അപ്പൊ ആദ്യം നടന്ന പ്രവൃത്തിയെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന പ്രവൃത്തിയെ സിമ്പിൾ പാസ്റ്റിലുമാണ് ഇംഗ്ലീഷിൽ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. John would have told you the truth if you had asked him. John would have told you the truth if you had asked him. So here നമുക്കറിയാം ഇത് ഒരു if clause sentence ആണെന്ന് നമുക്കറിയാം. This is an if clause sentence. If clause നമുക്കറിയാം എന്താണ് if clause എന്ന് പറയുന്നത്? If clause ഇതൊരു if clause sentence ആണ്. For example, if you study well, you will win. You will win. If you studied well, you would pass. ഓക്കെ, അപ്പൊ ആ രണ്ട് സെന്റൻസുകളായി. ഇനി ഒരു സെന്റൻസ് കൂടെ നമുക്ക് ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അത് ഇതിന്റെ ഈ ക്വസ്റ്റ്യനുമായി ആൻസറുമായി ബന്ധപ്പെട്ടതാണ്. ഇഫ് യു ഹാഡ് studied, you would have cleared the exam. ഓക്കെ, ഇപ്പൊ ഈ ഒരു മൂന്ന് സെന്റൻസുകളിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ആക്ച്വലി ഈ സിലബസ് ടോപ്പിക്കിനെ നമ്മൾ ഈഫ് ക്ലോസ് സെന്റൻസ് എന്ന് പറയും. അതായത് ഒരു കാര്യം നടന്നാൽ മറ്റൊരു കാര്യം സംഭവിക്കും. നീ നന്നായി പഠിച്ചാൽ നീ ജയിക്കും. ഓക്കെ, നീ വന്നാൽ നിനക്ക് ഞാനത് തരാം. ഓക്കെ, നമ്മളിങ്ങനെ പറയുന്ന ഇതൊക്കെ എന്താണ്? ഈഫ് ക്ലോസ് സെന്റൻസുകളാണ്. ഒരു പ്രവൃത്തി നടന്നാൽ മറ്റൊരു പ്രവൃത്തി സംഭവിക്കും എന്നുള്ള ഈഫ് ക്ലോസ് സെന്റൻസുകളെയാണ് നമ്മൾ ഈഫ് ക്ലോസ് അഥവാ ക്ലോസ് സെന്റൻസുകൾ എന്ന് പറയാം. അങ്ങനെയെങ്കിൽ ഈ സെന്റൻസ് നോക്കൂ, നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിനെ രണ്ടായി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ജോൺ വുഡ് ഹാവ് ടോൾഡ് യു ദ ട്രൂത്ത് യു ഹാഡ് ആസ്ക്ഡ് ഹിം. ഇവിടെ ഈ സെന്റൻസിനെ നമ്മൾ മെയിൻ ക്ലോസ് എന്ന് പറയുന്നു. ഈ സെന്റൻസിനെ നമ്മൾ മെയിൻ ക്ലോസ് എന്നും ഈഫ് എന്ന ഭാഗം നിൽക്കുന്ന സെന്റൻസിനെ നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് എന്നുമാണ് പറയുക. ഓക്കെ, സോ മെയിൻ ക്ലോസ് ആൻഡ് സബോർഡിനേറ്റ് ക്ലോസ്. സബോർഡിനേറ്റ് ക്ലോസിൽ നമുക്ക് ഈഫ്, അറ്റ് ദ സെയിം ടൈം, അറ്റ് എനി ചാൻസ് എന്നൊക്കെ പറയുന്ന, ഇൻ കേസ് എന്നൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഈഫ് ക്ലോസിൽ ഉണ്ടാവുക.
ഇനി എന്താണ് ഈ ഈഫ് ക്ലോസും മെയിൻ ക്ലോസും തമ്മിലുള്ള വ്യത്യാസം എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കാം, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നു. ഈഫ് ക്ലോസ് എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡന്റ് സെന്റൻസ് ആണ്. ഇതിനെ നമ്മൾ ഡിപ്പെൻഡന്റ് സെന്റൻസ് എന്നാണ് പറയുക. ഡിപ്പെൻഡന്റ്. നമ്മൾ ഡിപ്പെൻഡന്റ് സെന്റൻസ് എന്ന് പറയും. അതിന്റെ അർത്ഥം ജോൺ വുഡ് ഹാവ് ടോൾഡ് യു ദ ട്രൂത്ത് ഇഫ് യു ഹാഡ് ആസ്ക്ഡ് ഹിം. നീ അവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ജോൺ നിന്നോട് സത്യം പറഞ്ഞിട്ടുണ്ടാകുമായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെ? നീ ജോണിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിനക്ക് അവൻ സത്യം പറഞ്ഞു തന്നിട്ടുണ്ടാകുമായിരുന്നു. അപ്പോൾ ഇവിടെ നീ ജോണിനോട് ചോദ്യം ചോദിച്ചിട്ടുമില്ല, അയാൾ നിനക്ക് സത്യമായ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുമില്ല. അവ രണ്ടും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഒരു കാര്യം സംഭവിച്ചാലേ മറ്റൊരു കാര്യം നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ സബോർഡിനേറ്റ് ക്ലോസും മെയിൻ ക്ലോസും ശ്രദ്ധിക്കുക. മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ജോൺ വുഡ് ഹാവ് ടോൾഡ് യു ദ ട്രൂത്ത്. ജോൺ നിന്നോട് സത്യം ഈ ഒരു സെന്റൻസ് എന്താണ്? ഈ സെന്റൻസ് മെയിൻ ക്ലോസ് ആണ്. അതുപോലെ തന്നെ എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. ഈ സെന്റൻസ് ഇൻഡിപെൻഡന്റ് സെന്റൻസ് ആണ്. ഇൻഡിപെൻഡന്റ് സെന്റൻസുകൾക്ക് ഇൻഡിപെൻഡന്റ് ആയി തന്നെ മീനിങ്ങിൽ നിൽക്കാനാവും. എന്നാൽ ഈ രണ്ടാമത്തെ സെന്റൻസ് ഇൻഡിപെൻഡന്റ് സെന്റൻസ് അല്ല. ഈ സെന്റൻസിന്റെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ഈഫ് ക്ലോസ് സെന്റൻസുകൾക്ക് മെയിൻ ക്ലോസ് സെന്റൻസുകളുടെ ആവശ്യമുണ്ട്. മെയിൻ ക്ലോസ് സെന്റൻസുകൾക്ക് ഈഫ് ക്ലോസ് സെന്റൻസുകളുടെ ആവശ്യമില്ല. ആ സെന്റൻസിന് എന്ത് ചെയ്യാം? സ്വതന്ത്രമായി നിലനിൽക്കാനാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ കേസാണ് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാൻ സാധിക്കുക. ജോൺ വുഡ് ഹാവ്. നമുക്കറിയാം സബോർഡിനേറ്റ് ക്ലോസിൽ ഹാഡ് വന്നിട്ടുണ്ടെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് ഉപയോഗിക്കും. ഓക്കെ, ഇവിടെ നോക്കിയേ, സബോർഡിനേറ്റ് ക്ലോസിൽ ഹാഡ് വന്നിട്ടുണ്ട്, മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് ഉപയോഗിച്ചിട്ടുമുണ്ട്. സോ ദിസ് ആൻസർ ഈസ് ദ കറക്റ്റ് ആൻസർ ഈസ് 9th one. ദ കറക്റ്റ് ആൻസർ ഈസ് നോ എറർ. ഈ സെന്റൻസിൽ തെറ്റൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Then next question. My sister has pages after pages of the Bible. My sister has read passages after വീണ്ടും ഞാൻ വായിച്ചപ്പോൾ മാറിപ്പോയി. My sister has read pages after pages of the Bible. My sister has read pages after pages of the Bible. എന്താണ് പേജസ് ആഫ്റ്റർ പേജസ്? എന്താണ് ഇതിനകത്തുള്ള തെറ്റ്? ഓക്കെ, ഇതിന് തെറ്റെന്താണ്? പേജസ് ആഫ്റ്റർ പേജസ് ഓഫ് ദ ബൈബിൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പേജസ് ആഫ്റ്റർ പേജസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഹിയർ തെറ്റെന്താണ് വന്നിരിക്കുന്നത്? പ്രധാനമായിട്ട് മൈ സിസ്റ്റർ ഹാസ് റിഡ് പേജസ് ആഫ്റ്റർ പേജസ് after pages. ഓക്കെ, പേജസ് ആഫ്റ്റർ പേജസ്, അതായത് പ്രധാനമായിട്ടും ഇവിടെ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? പേജ് ആഫ്റ്റർ പേജ്. ഓക്കെ, പേജ് ആഫ്റ്റർ പേജസ് കറക്റ്റ്. പേജസ് ആഫ്റ്റർ പേജ് അല്ല. നമ്മൾ ഒരു നൗണ് അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് സെന്റൻസിൽ ഒരു വേർഡ് റിപ്പീറ്റ് ആവുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? സിംഗുലറിൽ കൊടുക്കണം. വളരെ രസകരമായിട്ടുള്ള ഒരു അറിവാണിത്, അല്ലെ? പേജ് ആഫ്റ്റർ പേജ് ഇസ് കറക്റ്റ്. ഓക്കെ, പേജ് ആഫ്റ്റർ പേജ് ഇസ് കറക്റ്റ്, അല്ല പേജസ് ആഫ്റ്റർ പേജസ് ഇസ് റോങ്. ഓക്കെ, കാരണം എന്താണ്? ഈ പേജസ് എന്ന വേർഡ് ഇവിടെ ഒരു തവണയും ഇവിടെ ഒരു തവണയും റിപ്പീറ്റ് ചെയ്യുന്നു ഒന്നിനു ശേഷം. ഓക്കെ, ആഫ്റ്റർ എന്ന ഒരു കൺജങ്ഷന് അല്ലെങ്കിൽ ഒരു പ്രിപ്പോസിഷന്റെ മുൻപിലും തൊട്ട് ശേഷവുമായിട്ട് പേജസ് എന്ന ഒരു വേർഡ് നിലനിൽക്കുന്നുണ്ട്. സോ
ഈ സെന്റൻസിൽ നമുക്കൊരു വാക്കിന്റെ റിപ്പീറ്റേഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് ഒരു സെന്റൻസിൽ ഒരു വേർഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സിംഗുലർ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, അതിൽ നല്ലൊരു എക്സാമ്പിൾ ആണ്. മറ്റൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഹെർ ഹെൽത്ത് worse down her worse down or എന്താണ് വളരെ എന്താണ് കഷ്ടമായിക്കൊണ്ടിരുന്നു. ഹെർ ഹെൽത്ത് വേഴ്സ് ഡൗൺ ഡേ ബൈ ഡേ എന്ന് നമ്മൾ പറഞ്ഞു. ഡേയ്സ് ബൈ ഡേ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഡേ ബൈ ഡേ. ഓക്കെ, ഡേ ബൈ ഡേ ഇസ് കറക്റ്റ്. സോ ഹിയർ ഈ സെന്റൻസിൽ ഡേ എന്ന ഒരു സെന്റൻസും ഒരു വേർഡും ഡേ എന്ന മറ്റൊരു വേർഡും റിപ്പീറ്റ് ചെയ്യുന്നു. സോ റിപ്പീറ്റ് ചെയ്യുന്നതിനാൽ നമ്മൾ എപ്പോഴും സിംഗുലർ ആണ് യൂസ് ചെയ്യുക. അപ്പോൾ റിപ്പീറ്റഡ് വേർഡ്സ് in same sentence, ഒരു സെന്റൻസിലുള്ള റിപ്പീറ്റഡ് വേർഡുകളെ നമ്മൾ എന്ത് ചെയ്യണം, സിംഗുലർ ആയി യൂസ് ചെയ്യുക. സോ ഇത്രയും കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് തറവായി കാണും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആൻഡ് പാർട്ട് 4 4 പാർട്ടുകളായി ഡിസ്കസ് ചെയ്ത എറർ സ്പോട്ടിങ്ങിന്റെ കോൺസെപ്റ്റുകളാണ് നമ്മൾ സീരീസ് ഓഫ് പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്ത്. അപ്പോൾ എല്ലാവരും ഈ ഒരു 4 പാർട്ടുകളും കാണുകയും അതിന്റെ കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് വ്യക്തമാക്കി മനസ്സിലായി പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോൺസെപ്റ്റുകൾ മാറി മാറി ചോദിക്കുന്ന ഏരിയാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്ത ഒരു സെഷനിൽ വീണ്ടും കാണാം.